ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള അടിപൊളി ലഞ്ച് ബോക്സിൽ നമുക്ക് ഉച്ചക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോവാം. അപ്പം നമുക്ക് അതിനൊരു മിക്സിൻ്റെ ജാറിലേക്ക് 1/4 കപ്പോളം തേങ്ങ ചിരവിതിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 വെളുത്തുള്ളി, ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞളും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നന്നായിട്ട് അരക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചമ്മന്തിയൊക്കെ ഇതുപോലെ അരക്കുമല്ലോ, അതുപോലെ അരച്ചാൽ മതി കേട്ടോ. ഇനി വെള്ളമൊന്നും ഒഴിക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പണികൾക്ക് പോകട്ടോ. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതിലേക്കൊരു 1/4 ടീസ്പൂണോളം കടുകിട്ട് അത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്കൊരു ചെറിയൊരു സവാള കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിൻ്റെ കളറൊന്നും മാറി വരുന്ന ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു തക്കാളി ഇട്ട്, ഒരു മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മതി. നന്നായിട്ട് ഉടനെ കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സമയത്തിന് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം നമ്മൾ വേവിച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ടെടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കൂടി പോകാതെ നോക്കുക. നമ്മൾ നേരത്തെ തേങ്ങ അരക്കുന്ന സമയത്തും അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഇപ്പം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിനെ നന്നായിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരണം. നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലൊന്ന് ജസ്റ്റ് ഒന്ന് മാറി വന്നാൽ മാത്രം മതി. നന്നായിട്ട് വഴന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ ചോറുണ്ടല്ലോ, വെറും ചോറ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം നമ്മൾ ഈ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ സാധാ വെറും ചോറിൻ്റെ റൈസ് ഉണ്ടല്ലോ, അതായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ അതാകുമ്പം കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിനിപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ റൈസൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. നമ്മൾ അടിപൊളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ അടിപൊളി സിമ്പിളായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതും, നമുക്ക് ഉച്ച സമയത്ത് നമുക്ക് ചോറിന് ഒന്നും കറികളൊന്നും ഇല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് മറ്റേ വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.